ചെവൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. ചെവൂർ ഗ്രാമത്തിലെ അറിവിൻ്റെ പ്രകാശഗോപുരമായ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂൾ ഇന്ന് 84-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള സ്കൂളുകളിൽ സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ഷീല ടീച്ചറുടെ യാത്രയപ്പ് സമ്മേളനവും ഇന്ന് ഈ വേദിയിൽ സമുചിതമായി നടത്തപ്പെടുന്നു. ഈ ധന്യവേളയിൽ സ്കൂൾ വാർഷിക റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കട്ടെ. കഴിഞ്ഞ വർഷം ഈ വിദ്യാലയത്തിൻ്റെ പ്രധാനാധ്യാപികയായിരുന്ന ശ്രീമതി ബിദ ഫ്രാൻസിസ് തരകൻ ട്രാൻസ്ഫറായി പോവുകയും പകരം ശ്രീമതി ജെൻസി ജോസ് പുതിയ എച്ച്.എം. ആയി ജൂൺ 2-ന് ചാർജ് എടുക്കുകയും ഉണ്ടായി. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ശ്രീമതി പാർവതി വി കെ സാൻസ്ക്രിറ്റ്, ശ്രീമതി ബിന്ദു ജോർജ് ഇംഗ്ലീഷ്, ശ്രീമതി സിനി എ പി ബയോളജി, ശ്രീ ജിൻറ്റോ കെ വർഗീസ് മാത്സ്, UP അധ്യാപിക ശ്രീമതി ഷൈനി കെ ഉറുവത്ത്, ഓഫീസ് സ്റ്റാഫ് ശ്രീ ജോജു CJ എന്നിവർ ട്രാൻസ്ഫർ ആവുകയും ഈ ഒഴിവുകളിലേക്ക് ശ്രീമതി വിനീത, ശ്രീമതി നീന ചെറിയാൻ, ശ്രീ സ്റ്റാർലിൻ ഷിൻഡോ, ശ്രീമതി അഞ്ജു ഷാജി, ശ്രീമതി ഷാൻറ്റി ജോൺസി, ഓഫീസ് സ്റ്റാഫ് ശ്രീമതി സുജ കെ റാഫി എന്നിവർ എത്തിച്ചേരുകയും ചെയ്തു. 2025 മാർച്ചിൽ നടത്തിയ SSLC പരീക്ഷയിൽ തുടർച്ചയായി 18 വർഷം 100% കരസ്ഥമാക്കി. പരീക്ഷ എഴുതിയ 63 പേരിൽ 12 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം ഒരു വിദ്യാർത്ഥിക്ക് 9 A+ഉം ലഭിച്ചു. വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ ചെന്ന് സ്റ്റാഫും PTA-യും മധുരം നൽകി അനുമോദിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന USS പരീക്ഷയിൽ വൈദേഹി N. വിനോദ്, അഗ്നിവേഷ് CS, ആഷ്ലിൻ പ്രിൻഡോ, ശ്രീഹരി VN, ജെയ്ദിൻ KJ, വിജയകൃഷ്ണ MR എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. 2024-25 തന്നെ പോൾ ഫ്രാൻസിസ്, ധാർമിക് KM, അബിൻ നെൽസൺ, അൽ അമീൻ KA, ആൽഫിൻ റാഫി എന്നിവർ സ്കൗട്ട് വിഭാഗത്തിലും, അമേയ വിനോദ്, നിവേദ വിനോദ്, അഞ്ജലി എലിസബത്ത് പോൾസൺ, അനീറ്റ ബിജു, സെല്ല ML, ഏഞ്ചൽ റോസ് PJ എന്നിവർ ഗൈഡ്സ് വിഭാഗത്തിലും രാജപുരസ്കാർ അവാർഡിന് അർഹരായി. 2024-25 സ്കൂൾ പ്രവേശനോത്സവം സഹർഷം എന്ന പേരിൽ 2K25 സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പോളി നീലങ്കാവിലിൻ്റെ അധ്യക്ഷതയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുജീഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വിശിഷ്ടാതിഥി TV അവതാരകൻ ശ്രീ ഹരി P. നായർ ആശംസകൾ അർപ്പിച്ചു. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥി സമ്മാന വിതരണം നടത്തുകയുണ്ടായി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തുകയുണ്ടായി. PTA പ്രസിഡന്റ് ശ്രീ വിനോദ് MK അധ്യക്ഷത വഹിച്ചു. വിദ്യാലയാങ്കണത്തിൽ സ്കൂൾ മാനേജരും പ്രധാനാധ്യാപികയും ചേർന്ന് ഒരു മരത്തൈ നടുകയും ഉണ്ടായി. പരിസ്ഥിതി ദിന സന്ദേശം ഉൾപ്പെടുത്തിയ പ്ലക്കാർഡുകളുമായി ഒരു റാലി നടത്തുകയും പോസ്റ്റർ നിർമ്മാണം, പ്ലക്കാർഡ് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. ജൂൺ 11-ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ രാമചന്ദ്രൻ സാർ ക്ലാസ് നയിച്ചു. ലഹരിയുടെ ഉപയോഗം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് സാർ വിശദമായി വിദ്യാർത്ഥികളോട് സംവദിച്ചു. ജൂൺ 17-ന് മെറിറ്റ് ഡേ ലോറൽസ് 2K25 വളരെ വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് ശ്രീ വിനോദ് MK അധ്യക്ഷ പ്രസംഗം നടത്തി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുജീഷ കള്ളിയത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിജയികൾക്ക് മെമൻറ്റോ നൽകി ആദരിച്ചു. 1-ാം ക്ലാസ് മുതൽ സെന്റ് സേവിയേഴ്സ് വിദ്യാലയത്തിൽ തുടർന്ന് പഠിച്ച് ഫുൾ A+ ലഭിച്ച 3 വിദ്യാർത്ഥികൾക്ക് ഇടവകയുടെ വകയായി സൈക്കിളുകൾ സമ്മാനിച്ചു. മധുര വിതരണവും എല്ലാവർക്കും ആ ചടങ്ങിൽ നടത്തി. ജൂൺ 19-ന് വായനാ ദിനം സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. വിശിഷ്ടാതിഥി നോവലിസ്റ്റും കഥാകൃത്തുമായ ശ്രീ KV മണികണ്ഠൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും വായനാ സന്ദേശം നൽകുകയും ചെയ്തു. UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് കവിതാലാപനം, പ്രസംഗം, പുസ്തകാസ്വാദനം എന്നീ വിവിധ പരിപാടികൾ നടത്തുകയുണ്ടായി.
പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതിനായി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അന്നേ ദിവസം നടന്നു. ജൂൺ 20 ആന്റി ഡ്രഗ് ഡ്രോയിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ജൂൺ 23 നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത മലയാളം അധ്യാപിക ശ്രീമതി A.O. ജാൻസി ടീച്ചർ കുട്ടികളോട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. വായനാ വാരാഘോഷവും ജൂൺ 24 നടത്തപ്പെട്ടു. സിനി ആർട്ടിസ്റ്റും എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി ജോളി ചിറിയത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്നേഹവാക്കുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. തദവസരത്തിൽ UP വിദ്യാർത്ഥികൾ പൂതപ്പാട്ട് ദൃശ്യാവിഷ്കാരവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ നീർമാതളം ദൃശ്യാവിഷ്കാരവും അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി. ജൂൺ 23 യോഗാ ദിനം ആചരിക്കുകയും ഉണ്ടായി. ജൂൺ 25-30 തീയതികളിൽ നമ്മുടെ വിദ്യാലയത്തിൽ റാബീസ് അവെയർനെസ് ക്ലാസ് നടത്തുകയുണ്ടായി. മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ബെഞ്ചമിൻ EC, ചേർപ്പ് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി പുഷ്പവല്ലി തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെടുത്തി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഡോക്ടർ ബെഞ്ചമിൻ സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. വിദ്യാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ഉത്തമ PTA ആണ് നമുക്കുള്ളത്. ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം ജൂലൈ 4 ചേർന്നു. യോഗത്തിൽ വെച്ച് PTA പ്രസിഡന്റായി ശ്രീ ജോണി PR തെരഞ്ഞെടുത്തു. MPTA പ്രസിഡന്റായി ശ്രീമതി ഷിതി ഷൈൻ, വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു CS, MPTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ചിഞ്ചു രാജീവ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ശ്രീ ജോസ് AR, ശ്രീ ഷാജു KR, ശ്രീമതി രാഗില രാഹുൽ, ശ്രീമതി സൗമ്യ ആനന്ദ്, ശ്രീ മെജോ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അധ്യാപക പ്രതിനിധികളായി ശ്രീമതി നീന ചെറിയാൻ, ശ്രീമതി ഷാൻറ്റി ജോൺ C, ശ്രീമതി വിൻസി CA, ശ്രീ സ്റ്റാർലിൻ ഷിൻഡോ TJ, ശ്രീമതി ലിമി ടോമി എന്നിവരെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. നിലവിലുള്ള PTA കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. YMCAയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള പരിശീലന പരീക്ഷയും സ്കോളർഷിപ്പ് ടെസ്റ്റും ജൂലൈ 16 നടത്തുകയുണ്ടായി. സംഘാടകർ ഒരു ബോധവൽക്കരണ ക്ലാസും നടത്തി. YMCA പ്രസിഡന്റ് ശ്രീ ജോബി ജോർജ്, സെക്രട്ടറി ജോസഫ് പുളിക്കൻ എന്നിവർ നേതൃത്വം നൽകി. സിവിൽ സർവീസ് പരീക്ഷയിൽ 165ാമത്തെ റാങ്ക് നേടിയ ശ്രീ അലക്സ് എബ്രഹാം സ്കോളർഷിപ്പ് ടെസ്റ്റിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനം വിതരണം ചെയ്തു. ജൂലൈ 21 ശാസ്ത്രാധ്യാപകരുടെ നേതൃത്വത്തിൽ ചാന്ദ്രദിനം സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ റോക്കറ്റ് മാതൃകാ നിർമ്മാണം, സ്കിറ്റ്, ക്വിസ് എന്നിവയിൽ സജീവമായി പങ്കെടുത്തു. വിദ്യാലയത്തിൽ റോക്കറ്റ് മാതൃകാപരമായി വിക്ഷേപണം നടത്തിയത് കുട്ടികൾക്ക് ഏറെ കൗതുകകരമായിരുന്നു. ശാസ്ത്ര, ഗണിത, സാമൂഹ്യ, IT പ്രവൃത്തി പരിചയമേള ജൂലൈ 23 നടത്തുകയുണ്ടായി. എല്ലാ വിദ്യാർത്ഥികളുടെയും സജീവ പങ്കാളിത്തമാണ് കാഴ്ചവെച്ചത്. സ്റ്റിൽ മോഡലുകൾ, വർക്കിംഗ് മോഡലുകൾ മത്സരാടിസ്ഥാനത്തിൽ ഏറെ മികവ് പുലർത്തിയിരുന്നു. എക്കോ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രീൻ ഗാർഡൻ ആൻഡ് മെഡിസിനൽ ഗാർഡൻ കുട്ടികളുടെ വളരെ നല്ല പങ്കാളിത്തത്തോടെ ഇപ്പോഴും നടന്നുവരുന്നു. സുംബ പരിശീലനം നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുകയുണ്ടായി. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്നതിനായി അസംബ്ലിയിൽ നടത്തിയിരുന്നു. ജൂലൈ 29 സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സൈക്ലിംഗ് വ്ലോഗർ, യൂട്യൂബർ, ട്രാവലർ ആയ ശ്രീ ജോയൽ ജോഷി ആയിരുന്നു. ദീപശിഖ പ്രയാണത്തോടെ കായിക മത്സരങ്ങൾ സ്കൂൾ ഗ്രൗണ്ടിൽ ആവേശപൂർവ്വം അരങ്ങേറി. ജൂലൈ 31 ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ മാതൃഭൂമി മധുര മലയാളം ബാങ്ക് പ്രസിഡന്റ് ശ്രീ CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക പത്രം ഏറ്റുവാങ്ങി. ദിനംപ്രതി പത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സദ്യുദ്യമത്തിന് വിദ്യാലയത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചാരിറ്റി ബോക്സിൻ്റെ ഉദ്ഘാടനവും അന്നേ ദിവസം നടന്നു. ഓഗസ്റ്റ് 1-4 തീയതികളായി റിഥം 2K25 എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു. സിനി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീ ഫിറോഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറി. ഏറെ നിറച്ചാർത്തുകളോടെ വിദ്യാർത്ഥികൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. എക്കോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 8 ചെങ്ങാതിക്കൊരു തൈ എന്ന പരിപാടിയും ഉണ്ടായി. കുട്ടികൾ വീട്ടിൽ നിന്നും വൃക്ഷത്തൈകൾ കൊണ്ടുവന്ന് പരസ്പരം കൈമാറുകയുണ്ടായി.
ഓഗസ്റ്റ് 8 സംസ്കൃത ദിനം സംസ്കൃത അധ്യാപിക വിനീത ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തി. കുട്ടികളുടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു. സ്കൂൾ സുരക്ഷയോടനുബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീമതി അൽമ മാധവിൻ്റെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലോ വിദ്യാലയത്തിന് പുറത്തോ ഏതെങ്കിലും വിധത്തിൽ ജീവന് അപകടമുണ്ടാകാനുള്ള സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുകയും കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടു തന്നെ ജീവൻ രക്ഷാമാർഗങ്ങൾ മാതൃകയായി കാണിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 13 ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ബിരിയാണി പാകം ചെയ്ത് നൽകി. സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുകയുണ്ടായി. സ്കൂൾ ലീഡറായി 9ബിയിൽ പഠിക്കുന്ന ഹെൻറി ജോസഫിനെ തെരഞ്ഞെടുത്തു. 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയത്തിൻ്റെ പ്രവേശന കവാടം മുതൽ ബാൻഡ് വാദ്യത്തിൻ്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വിദ്യാലയ അങ്കണത്തിലേക്ക് ആനയിച്ചു. വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ്, ദേശഭക്തിഗാനം, പ്രസംഗം തുടങ്ങിയവ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ നടത്തിയതിൻ്റെ സമ്മാന വിതരണം YMCAയുടെ നേതൃത്വത്തിൽ YMCA നാഷണൽ സെക്രട്ടറി ജസ് മരിയ അന്നേ ദിവസം നൽകുകയുണ്ടായി. മധുര വിതരണവും ഉണ്ടായിരുന്നു. പൊന്നോണം 2K25 എന്ന പേരിൽ ഓഗസ്റ്റ് 29 ഓണാഘോഷം അതിഗംഭീരമായി കൊണ്ടാടി. അന്നേ ദിവസം സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ ഉറിയടി മത്സരത്തിൽ പങ്കെടുത്തു. തുടർന്ന് മലയാളി മങ്ക, ശ്രീമാൻ മത്സരം, വടംവലി, മറ്റ് മത്സരങ്ങൾ നടത്തുകയും സമ്മാനാർഹരായവർക്ക് സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ പോളി നീലങ്കാവിൽ, PTA പ്രസിഡന്റ് ശ്രീ ജോണി PR സമ്മാനങ്ങൾ നൽകി. വിദ്യാലയത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗ്യശാലിക്ക് സ്കൂൾ ഹെഡ് മിസ്റ്റർ ശ്രീമതി ജെൻസി ജോസ് സമ്മാനം നൽകി. PTA ഭാരവാഹികൾ, ക്ലാസ് എക്സിക്യൂട്ടീവ്, അധ്യാപക അനധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും പായസ വിതരണവും നടത്തുകയുണ്ടായി. വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും ഓണാഘോഷത്തിൽ സന്നിധരായിരുന്നു. സെപ്റ്റംബർ 24 കുർക്കഞ്ചേരി ഐ വിഷൻ ഐ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും നേത്രപരിശോധന നടത്തി. സെപ്റ്റംബർ 25 സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേയുമായി ബന്ധപ്പെട്ട് പ്രതിജ്ഞയും IT പ്രദർശനവും സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ സ്കൗട്ട് മാസ്റ്റേഴ്സ് മരിയ ഫ്രാൻസിസ്, വിദ്യ ജോസ്, ഗൈഡ് ക്യാപ്റ്റൻസ് ബിൻസി CA, ഡാനിയ ജോസ്, സോന PL തുടങ്ങിയ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടത്തുകയുണ്ടായി. വിവിധ ക്ലാസുകളിലൂടെയും കളികളിലൂടെയും ക്യാമ്പ് സജീവമായി. സെപ്റ്റംബർ 28 രാവിലെ ക്യാമ്പ് അവസാനിച്ചു. സെപ്റ്റംബർ 27 ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പും നടത്തുകയുണ്ടായി. റിംസി ടീച്ചർ, വിനീത ടീച്ചറുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയിരുന്നത്. ജൂനിയർ റെഡ് ക്രോസ്, ജിജി ടീച്ചർ, രമ്യ ടീച്ചറുടെ നേതൃത്വത്തിലും മറ്റ് ക്ലബ്ബുകളും ബാൻഡ് സെറ്റ് രമ്യ ടീച്ചർ, റിംസി ടീച്ചറുടെ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വിദ്യാലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വിദ്യാർത്ഥികൾക്ക് അന്നേ ദിവസം പായസം നൽകുകയും ചെയ്തു. ഒക്ടോബർ 3, 4 തീയതികളിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഊട്ടിയിലേക്ക് ഒരു പഠനയാത്ര നടത്തുകയുണ്ടായി. ഒക്ടോബർ 15 ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആചരിച്ചു. ഒക്ടോബർ 24 BEE പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തുകയുണ്ടായി. ഒക്ടോബർ 18 അക്കാഡമിക് അവാർഡ് ഡേ നടത്തുകയും ഓരോ ക്ലാസ്സിലെയും ഓണപരീക്ഷയ്ക്ക് ഫസ്റ്റ്, സെക്കൻഡ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മെഡൽ നൽകുകയും എല്ലാ വിഷയത്തിനും ജയിച്ച വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഓരോ പെൻ നൽകുകയും ചെയ്തു. തുടർന്നുള്ള പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കണമെന്ന് പ്രധാനാധ്യാപിക വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ഹരിതസഭ ഉദ്ഘാടനം നവംബർ 14 ഹെഡ് മിസ്റ്റർ ശ്രീമതി ജെൻസി ജോസ് നിർവഹിച്ചു. ബിരിയാണി മേളയുടെ കൂപ്പൺ വിതരണം ഉദ്ഘാടനം പള്ളി ട്രസ്റ്റി ശ്രീ ആൻഡോ പെരുമ്പള്ളി അന്നേ ദിവസം നിർവഹിക്കുകയുണ്ടായി. 2025-26 അധ്യയന വർഷത്തെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ സന്ദർശനം നവംബർ 19 നടത്തുകയുണ്ടായി. സ്കൂൾ മാനേജർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഫാദർ ജോയ് അടമ്പുകുളം PTA ഭാരവാഹികളും അധ്യാപകരുമായി സംവദിച്ചു. വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യം, ഓഫീസ് റെക്കോർഡ്സ്, അച്ചടക്കം എന്നിവ വിലയിരുത്തുകയും വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നവംബർ 22 പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ
പാചകക്കാരിയായ സുധചേച്ചി 2ാം സ്ഥാനം കരസ്ഥമാക്കി. നവംബർ 23 നമ്മുടെ വിദ്യാലയത്തിൽ ബിരിയാണി മേള സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപികയുടെ നേതൃത്വത്തിൽ അധ്യാപക അനധ്യാപകരും രക്ഷിതാക്കൾ, PTA ഭാരവാഹികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവരുടെ സഹകരണത്തോടെ റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ നമ്മുടെ സ്കൂൾ മാനേജർ ആദ്യ വിതരണം നടത്തി ബിരിയാണി മേള ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ നിസ്സീമമായ സഹകരണം കൂപ്പൺ വിൽപ്പനയിൽ ജ്വലിച്ചുനിന്നു. PTA ഭാരവാഹികളും അധ്യാപകരും കൂപ്പണുകൾ വിൽക്കുന്നതിൽ തീവ്ര പ്രയത്നം നടത്തിയിരുന്നു. ബിരിയാണി മേള വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസപരമായ, കലാകായികപരമായ ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒരു കൈത്താങ്ങായി തീർന്നു. നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനം ആചരിക്കുകയുണ്ടായി. ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും അടിസ്ഥാന തത്വങ്ങൾക്കും ബഹുമാനം നൽകേണ്ടതിനെക്കുറിച്ചും പൗരന്മാരിൽ ഭരണഘടനാ ബോധം വളർത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും HM ജൻസി ടീച്ചർ വിശദമാക്കി. അധ്യാപക അനധ്യാപക വിനോദയാത്ര നവംബർ 29 നെല്ലിയാമ്പതിയിലേക്ക് നടത്തുകയുണ്ടായി. ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന UP വിഭാഗത്തിലെ ഷീല ടീച്ചർക്ക് നല്ലൊരു ഓർമ്മയായി മനസ്സിലെങ്ങും തങ്ങി നിൽക്കത്തക്ക യാത്രയായിരുന്നു അത്. ഡിസംബർ 3 ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഡിസംബർ 9 അതിവിപുലമായ പരിപാടികളോടെ വിദ്യാലയത്തിൽ ആഘോഷിക്കുകയുണ്ടായി. വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ക്രിസ്മസ് ട്രീ മേക്കിംഗ്, കാർഡ് മേക്കിംഗ്, സ്റ്റാർ മേക്കിംഗ്, വിപുലമായ ഒരു സ്കിറ്റ്, ക്രിബ്, ബോൺ നത്താലെ തുടങ്ങിയവ ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ബിരിയാണി നൽകിയിരുന്നു. ഈ അധ്യയന വർഷത്തിലെ സാഹിത്യ, കല, കായിക, പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിൽ നമ്മുടെ വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കൊല്ലത്ത് നടന്ന സംസ്ഥാന സബ് ജൂനിയർ വനിതാ ഫുട്ബോൾ മത്സരത്തിൽ A to Bയിൽ പഠിക്കുന്ന വീണ TRന്റെ ഗോളിലൂടെ തൃശൂർ ജില്ല ജേതാക്കളായി. 67ാമത് കേരള സ്റ്റേറ്റ് സ്കൂൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന ഏഡ ഡി മറോക്കി 4ാം സ്ഥാനം നേടി. ഡിസ്ട്രിക്ട് തലത്തിൽ ഫസ്റ്റ് ലഭിക്കുകയുണ്ടായി. തൃശൂർ ജില്ലാ റൈഫിൾ അസോസിയേഷൻ സംഘടിപ്പിച്ച 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗിൽ 2 സിൽവറും 2 വെങ്കലവും ലഭിക്കുകയുണ്ടായി. ശ്രദ്ധേയമായ മറ്റൊരു നേട്ടമെന്നത് നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകനായ സ്റ്റാർലിൻ ഷിൻഡോ സർ നൽകിയ ബോക്സിംഗ് പരിശീലനത്തിന്റെ ഫലമായി തൃശൂർ റവന്യൂ ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9ാം ക്ലാസ്സിലെ TS മുഹമ്മദ് ഷിഫാൻ, ഏബൽ CR എന്നിവർ 3ാം സ്ഥാനം നേടി. തൃശൂർ ചേർപ്പ് ഉപജില്ല 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ 9ാം ക്ലാസ്സിലെ നിവേദ വിനോദ് 3ാം സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ ഗേൾസ് ടേബിൾ ടെന്നീസ് മത്സരത്തിൽ റവന്യൂ ജില്ലാ മത്സരത്തിന് 10ാം ക്ലാസ്സിലെ അന്ന കാതറിൻ, അനാമിക, ആദിത്യ, എമറിൻ എന്നിവരും ബോയ്സ് വിഭാഗത്തിൽ ജോൺ പോൾ, ഭഗത് കൃഷ്ണ, അതുൽ, സ്റ്റീവോ CJ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗുരുവായൂരിൽ വെച്ച് നടന്ന ജില്ലാതല ശാസ്ത്രമേളയിൽ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഹൈസ്കൂൾ വിഭാഗം ഫാബ്രിക് പ്രിന്റിംഗ് യൂസിംഗ് വെജിറ്റബിൾസ് വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന യാഗ്വി രാഹുൽ സെക്കൻഡ് A ഗ്രേഡ് നേടുകയും പാലക്കാട് ജില്ലയിൽ നടന്ന സംസ്ഥാനതല ശാസ്ത്രമേളയിൽ A ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്യും. യാഗ്വി രാഹുലിന് അഭിനന്ദനങ്ങൾ. ശിശുദിനത്തോടനുബന്ധിച്ച് ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നൈർമല്യ പ്രസാദ് 2ാം സ്ഥാനം നേടി. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വൈൽഡ് ലൈഫ്, കേരള സർക്കാർ ആയുഷ് വകുപ്പ്, ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള നടത്തിയ ചിത്രരചനാ മത്സരങ്ങളിൽ മികവ് നേടുകയുണ്ടായി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും ജില്ലാതലത്തിലേക്ക് ഹിന്ദി പ്രസംഗം ഫസ്റ്റ് A ഗ്രേഡ് നേടിയ ഷിഫ, സംസ്കൃതം കവിതാരചനയിൽ ഫസ്റ്റ് A ഗ്രേഡ് നേടിയ 8ാം ക്ലാസ്സിലെ വിജയകൃഷ്ണ എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. ചേർപ്പ് ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ വിദ്യാലയം 10ാം സ്ഥാനം നേടി. 77 വിദ്യാലയങ്ങളിൽ നിന്നുമാണ് വിദ്യാലയം ഈ നേട്ടം കൈവരിച്ചത് എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. വർക്ക് എക്സ്പീരിയൻസിൽ എക്കണോമിക് ന്യൂട്രീഷ്യസ് ഫുഡ് ഐറ്റം ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട് പ്രിസർവേഷൻ ഐറ്റമിൽ ഫസ്റ്റ് A ഗ്രേഡ് ലഭിച്ചത് അർച്ചന MR. വുഡ് വർക്കിൽ മാനവ് CM ഫസ്റ്റ് A ഗ്രേഡ്. UP തലത്തിൽ മോഡലിംഗ് ഇൻ വിത്ത് ക്ലേ ജെറോം അനീഷ് ഫസ്റ്റ് A ഗ്രേഡ്. ഗാർമെന്റ് മേക്കിങ്ങിൽ അനീറ്റ ജെപ്പി ഫസ്റ്റ് A ഗ്രേഡ് ലഭിക്കുകയുണ്ടായി. കൂടാതെ A ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികളാണ് സ്റ്റഫ്ഡ് ടോയ്സിൽ ജസ്ഫീൻ ജേക്കബ്, ബീഡ്സ് വർക്കിൽ അഞ്ജലി എലിസബത്ത് പോൾസൺ, പപ്പറ്റ് മേക്കിങ്ങിൽ അൽന CG, ആൻലിയ CG,
puppet making, Veda TV embroidery, Naina KV fabric painting, Ashlyn Printo pattern using threads, Steve George Xavier metal engraving, Lalitambika pottery painting, Frinto Rafi coconut shell, Neha Sebi origami, Dhwani Anand pottery painting, Narmalya fabric painting, Aranyaka AB agarbatti making. Albin Sinto puzzle, Sahadat SK and Ashish Sunil working model, Even Jijo and Annette Maria EJ working model, Niranjan NR poster designing, Silla ML and Vijay Krishna MR still model, Agnivesh CS still model, IT വിഭാഗത്തിൽ സഞ്ജേഷ് കൃഷ്ണ ആനിമേഷൻ. എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥികൾ ചിത്രരചന ജലഛായം നൈർമല്യ പ്രസാദ്, ഭരതനാട്യം ഐതിക PS, നാടോടി നൃത്തം ഐതിക PS, ഗദ്യപാരായൺ ലിഖിത് AJ, ലളിതഗാനം ആദിത്യ CS, കഥാരചന മലയാളം ആൻ തെരേസ, സംഘഗാനം വന്ദേ മാതരം UP വിഭാഗത്തിൽ ഹരിണി TK, ആദ്രിൻ ആൻറ്റോ, നീരജ ദാസ്, ജിയ, വൈത്ര, അധീന്ദ്ര, ആൻഡ്രിയ റോസ്. ഹിന്ദി പദ്യം സംസ്കൃതഗാനം കെസിയ റീത്ത ലിയോ, മോണോ ആക്ട് അമേയ വിനോദ്, കഥ മലയാളം ഉപന്യാസം മലയാളം സാൻസ്ക്രിറ്റ് സില്ല ML, ചിത്രരചന പെൻസിൽ മയൂഖ് CS എ ഗ്രേഡ്. ഇംഗ്ലീഷ് പദ്യം വൈദേഹി വിനോദ്, കഥാരചന ഇംഗ്ലീഷ് ഷിഫ. HS സംഘഗാനം വന്ദേ മാതരം എ ഗ്രേഡ് ലഭിച്ച കുട്ടികൾ ദയ ആനന്ദ്, നിഹാര KK, ഷിഫ, കെസിയ റീത്ത ലിയോ, ജെനിഫർ മനോജ്, ദിയാലക്ഷ്മി MR, അവന്തിക അനീഷ് കുമാർ. ഉപന്യാസം ഇംഗ്ലീഷ് നേഹ ഹനീഫ്, പദ്യം സംസ്കൃതം കൃഷ്ണേന്ദു, കഥാരചന ഹിന്ദി സപ്നകുമാരി തുടങ്ങി B ഗ്രേഡ് C ഗ്രേഡ് ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് HSലും UPയിലുമായി ലഭിക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ കാരുണ്യ പ്രവൃത്തികൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം ചാരിറ്റി ഫണ്ട് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സാ സഹായം നൽകി വരുന്നു. സ്പോൺസർഷിപ്സ് ലഭിച്ച വിവരങ്ങൾ: ഗോദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷാജു ML, സെക്രട്ടറി സി ജിജോ KY, ട്രഷറർ സി സിജോ VJ എന്നിവർ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുകയും സ്പോർട്സ് ഐറ്റംസും 15,000 ക്യാഷ് രൂപയും നൽകുകയുണ്ടായി. മുൻ അധ്യാപകൻ ശ്രീ ജോസഫ് സർ വിക്ടറി സ്റ്റാൻഡ് നൽകി. ഡോക്ടർ ബെഞ്ചമിൻ വൈറ്റ് ബോർഡ് സ്ഥാപിക്കാൻ 4,000 രൂപ സംഭാവന നൽകി. പോളീസ് ടോസ് ചേർപ്പ് 2,500 നൽകുകയുണ്ടായി. OSAയുടെ സ്നേഹവും സഹകരണവും നമ്മുടെ വിദ്യാലയത്തിന് എപ്പോഴും ലഭിക്കുന്നു. OSA പലപ്പോഴായി നമ്മുടെ വിദ്യാലയത്തിൽ ഒത്തുചേരാറുണ്ട്. ഈ വർഷവും പല ബാച്ചുകളും ഒത്തുചേർന്നിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. 2002 OSA ബാച്ച് ഒരു കൂളറും ഈ വർഷം സംഭാവനയായി നൽകുകയുണ്ടായി. 2000 ബാച്ചിലെ OSA ഈ അടുത്തു തന്നെ 15 ചെയറും ഫുട്ബോളും നൽകി. മുൻ അധ്യാപിക ശ്രീമതി ലത ടീച്ചർ 5,000 രൂപ സ്കൂളിനായി സംഭാവന നൽകി. എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വിദ്യാലയത്തിൻ്റെ ഏതൊരു നന്മയ്ക്കും കൂട്ടുനിൽക്കുന്ന മാനേജ്മെൻറ്റ്, പൂർവ്വ അധ്യാപകരുടെ മികച്ച പാരമ്പര്യം, ഹെഡ്മിസ്ട്രസിൻ്റെ തികഞ്ഞ നേതൃത്വ പാടവം, PTA കമ്മിറ്റി അംഗങ്ങളുടെ സഹകരണം, കർമ്മനിരതരായ സ്റ്റാഫ് അംഗങ്ങൾ, OSAയുടെ സഹകരണം, നല്ലവരായ നാട്ടുകാരുടെ സ്നേഹവും രക്ഷാകർത്താക്കളുടെ സഹകരണവും ഇതെല്ലാം നമ്മുടെ വിജയപാതയിലെ നാഴികക്കല്ലുകളാണ്. വിദ്യാലയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും ദൈവത്തിൻ്റെ കൃപാകടാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് സവിനയം അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്രീമതി നീന ചെറിയാൻ.